സംസ്ഥാന ബി.ജെ.പിയിൽ കടുത്ത ഭിന്നത തുടരുന്നതിനിടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ രൂക്ഷ വിമർശനവുമായി സേവ് ബി.ജെ.പി ഫോറം. പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക കരയോഗം കമ്മിറ്റിയെന്ന് സേവ് ബി.ജെ.പി ഫോറം വിമർശിച്ചു. ഭാരവാഹി പട്ടികയിൽ സാമൂഹ്യ സന്തുലിതാവസ്ഥ എവിടെയെന്നും പാർട്ടിയെ വിശ്വസിച്ചവരെ പോലും ഞെട്ടിക്കുന്നതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പുതിയ വികസിത കേരള ടീമെന്നും ബി.ജെ.പി സേവ് ഫോറം കുറ്റപ്പെടുത്തി. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സവർണ ആധിപത്യത്തോടെയാണ് പുതിയ ഭാരവാഹി പട്ടിക രൂപീകരിച്ചതെന്ന കടുത്ത ആക്ഷേപം തുടരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന ഭാരവാഹി പട്ടിക കരയോഗം കമ്മിറ്റിയെന്ന വിമർശനവുമായി സേവ് ബി.ജെ.പി ഫോറം രംഗത്തെത്തിയത്. എതിർ പാർട്ടികൾ ബി.ജെ.പിയെ സവർണ പാർട്ടിയെന്ന് ആരോപിക്കുമ്പോഴും ഹിന്ദുക്കളുടെ മുഴുവൻ ആശ്രയ കേന്ദ്രമാണ് ബി.ജെ.പി എന്ന് വിശ്വസിച്ചവരെ പോലും ഞെട്ടിക്കുന്നതാണ് രാജീവിന്റെ പുതിയ വികസിത കേരളം ടീമെന്നും ഫോറം കുറ്റപ്പെടുത്തി. 28 അംഗ ഭാരവാഹി പട്ടികയിൽ ഈഴവ വിഭാഗത്തിലുള്ളവർ വെറും 3 പേരും നായർ വിഭാഗത്തിലുള്ളവർ 17 പേരുമാണ്. 5 മേഖലാ കൺവീനർമാരിൽ 4 പേരും ജനറൽ വിഭാഗവും ഇതുവരെ പ്രഖ്യാപിച്ച ആകെ 41 ചുമതലക്കാരിൽ 28 പേർ നായർ വിഭാഗത്തിലുള്ളവരുമാണ്. ആക്ഷേപം രൂക്ഷമായതിനെ തുടർന്ന് തട്ടിക്കൂട്ടി പ്രഖ്യാപിച്ച 9 വക്താക്കളിൽ എല്ലാവരും ജനറൽ വിഭാഗക്കാർ. അത് യാദൃച്ഛികമല്ലെന്നും സേവ് ഫോറം കുറ്റപ്പെടുത്തി. ഇതോടെ ബി.ജെ.പി കേരളത്തിൽ വെറും നായർ ജനതാ പാർട്ടിയായി അധപ്പതിച്ചുവെന്നും 12% മാത്രം വരുന്ന സവർണ വോട്ടുകൊണ്ട് എങ്ങനെ ബി.ജെ.പി കേരളം ഭരിക്കുമെന്നും വിമർശനമുണ്ട്. പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നാഗ്രഹിച്ച പല പ്രവർത്തകരെയും അവഗണിച്ചതോടെ സോഷ്യൽ മീഡിയ വഴിയും പരസ്യമായും പ്രവർത്തകർ അതൃപ്തിയുമായി രംഗത്തെത്തിയിരുന്നു. തന്റെ നോമിനികളെ പരിഗണിക്കാത്തതിനെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സുരേഷ് ഗോപി വിട്ടുനിന്നതും ചർച്ചയായി. വി മുരളീധരപക്ഷവും കെ സുരേന്ദ്രപക്ഷവും ഇടഞ്ഞു നിൽക്കുന്നതിനൊപ്പം കടുത്ത അതൃപ്തിയും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെടുമോ എന്നതാണ് പ്രവർത്തകർ ഉറ്റുനോക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.